യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ് 11-ാം അധ്യായം 25-ാം തിരുവചനം. ജീവൻ്റെ തുടിപ്പാണ് അമ്മ. ജീവിതം മടുത്തു എന്ന് സ്ഥിരം പല്ലവി പാടുന്നവർ കണ്ടുമുട്ടേണ്ട പൂമരമാണ് മറിയം. അവളിൽ ജീവൻ്റെ തുടിപ്പും പ്രസരിപ്പും നിറയുന്നുണ്ട്. വാഗമരം പൂത്ത പോലൊരമ്മ. അവൾ ചെല്ലുന്നിടത്തെല്ലാം ചലനവും കൃപയും ജീവനും ഒരുപോലെ പെയ്തു വീഴുന്നുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു തുള്ളിച്ചാടിയത് അവളിലെ ജീവൻ്റെ തുടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സഹോദര ജീവിതം മടുപ്പിക്കുന്ന വിഷക്കഞ്ഞിയല്ല, ജീവിത നാർദിൻ തൈലം പോലെ സുഗന്ധ കൂട്ടാണെന്നാണ് അമ്മ ഭാഷ്യം. അവൾ കാലിത്തൊഴുത്തിൽ വന്നപ്പോൾ ആ ഗോശാല ജീവൻ്റെ പട്ടണമായി. കാന ജീവൻ്റെ വീഞ്ഞു നുകരുന്ന കല്യാണ വീടായി. ഗാഗുൽത്ത കൃപയുടെ സൗഖ്യം പെയ്യുന്ന പൂങ്കാവനമായി. സെഹിയോൻ ജീവൻ്റെ അരുണകിരണങ്ങൾ ഏറ്റ ആത്മാഭിഷേകത്തിൻ്റെ ആരാധനാലയമായി. നമുക്കും ജീവൻ നഷ്ടപ്പെടും മുൻപേ മറിയത്തിലേക്ക് മടങ്ങാം. ജീവൻ്റെ കളിച്ചിരികൾ നമ്മിൽ നിന്നും ഉറവ പൊട്ടട്ടെ. പരിശുദ്ധ മറിയമേ, നീ സ്ത്രീകളിൽ ധന്യയായത് വെറുതെയല്ല, നിന്നിൽ നിറയെ ജീവൻ്റെ ജമന്തിപ്പൂക്കളല്ലയോ. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.